ഹലോ ഗൈസ്, എല്ലാവർക്കും ലൈറ്റ് റിവ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ദിലീപേട്ടനും ലാലേട്ടനും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബബ്ബ എന്ന സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എനിക്ക് സിനിമ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിലുള്ള കോമഡി, പിന്നെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള പല സിനിമകളുടെ റെഫറൻസ് ഒക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന തരത്തിലുള്ള ഒരു സിനിമയാണിത്. നമ്മൾ പണ്ട് കണ്ട് ഒരുപാട് ചിരിച്ചിരുന്ന അങ്ങനത്തെ കുറേ സിനിമകളുണ്ടാവും. ദിലീപിൻ്റെയും ലാലേട്ടൻ്റെയും ആ സിനിമയുടെയൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന രീതിയിലുള്ള കുറേ സീൻസും കുറേ സാധനങ്ങളും വണ്ടികളും ഒക്കെ ഈ സിനിമയിൽ അപ്പിയർ ആവുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല നല്ല രീതിയിൽ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് പുതിയതും പഴയതുമായ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ അപ്പിയർ ആവുന്നുണ്ട്. അതിൽ തന്നെ എനിക്ക് ആരെയും അങ്ങനെ അധികം മോശമായിട്ടൊന്നും തോന്നിയില്ല. എല്ലാവരും നല്ല രീതിക്ക് തന്നെ അവർക്ക് കൊടുത്ത വേഷങ്ങൾ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കങ്ങനെ ബോറായിട്ട് ആരെയും തോന്നിയില്ല. അതിൽ തന്നെ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് ഇത്. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ദിലീപിനെ ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നത്, അത് ഇങ്ങനൊരു ക്യാരക്ടറിൽ. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് വിസിലടിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു പടമാണിത്. അല്ലാണ്ട് ഇത് ഇവർ ഇറക്കുമ്പം തന്നെ ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് അവർ, ഇത് ഒരു ലോജിക്കും ഇല്ലാത്തൊരു പടമാണ്, നിങ്ങൾ ലോജിക്കൊന്നും പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ വരാൻ പാടില്ല എന്ന്. അപ്പോൾ അത് മനസ്സിൽ വെച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ സിനിമ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദിലീപ് മാത്രമല്ല, ലാലേട്ടൻ ഉണ്ട്. ലാലേട്ടൻ സെക്കൻഡ് ഹാഫിലാണ് ലാലേട്ടൻ മെയിനായിട്ട് വരുന്നത്. പിന്നെ വിനീത് ശ്രീനിവാസൻ ഉണ്ട്, ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്. എല്ലാവരും അവർക്ക് കൊടുത്ത റോള് കിടിലായിട്ട് തന്നെ ചെയ്തു. അതിൽ തന്നെ വിനീത് ശ്രീനിവാസൻ നൈസായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ധ്യാൻ ശ്രീനിവാസനെയാണ്. വിനീത് ശ്രീനിവാസന്റെ അത്ര ടൈം ഇല്ലെങ്കിലും കുറച്ച് സമയം സിനിമയിലുള്ളൂ. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ വരുന്ന സീനൊക്കെ കിടിലായിരുന്നു. ഓരോ കോമഡിയും എല്ലാം കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ സിനിമയുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് കിടിലനായിരുന്നു. ഫസ്റ്റ് ഹാഫാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ കോമഡിയും എല്ലാം വർക്കൗട്ട് ആയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് മോശമാണെന്നല്ല, സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വരുന്ന സീനൊക്കെ സെക്കൻഡ് ഹാഫിൽ സെറ്റായിരുന്നു. ലാലേട്ടൻ കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ പറ്റുന്നവരെല്ലാം ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇത് ഇനി OTT റിലീസായാലും നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അത്രയും ആൾക്കൂട്ടത്തിലിടക്ക് ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് തിയേറ്ററിൽ പോയിട്ട് നമുക്ക് വിസിലടിച്ച് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അല്ലാണ്ട് നമുക്ക് ഈ OTTയിൽ വന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ ആ ഫീല് കിട്ടുമെന്ന് അറിയില്ല. അപ്പം എല്ലാവരും മാക്സിമം അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ല കോമഡി ഇഷ്ടപ്പെടുന്നവർ, പിന്നെ ദിലീപിൻ്റെ ഫാൻസ്, ലാലേട്ടൻ്റെ ഫാൻസിനും പോവാം. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ക്ലൈമാക്സിലേക്ക് എടുത്തു പറയാനുള്ളത്, ക്ലൈമാക്സിലൊരു കെമിയോ ഉണ്ട്. അതിപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു തന്നെ അറിയണം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഒരാൾ വരുന്നു. പക്ഷേ അത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനത്തെ ഒരു കെമിയോ ആയിരുന്നു. നിങ്ങളത് കണ്ടറിയണം. അപ്പോൾ ഇത്രയല്ലോ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കോമഡി പടം കാണണം. ഇപ്പോൾ ദിലീപേട്ടൻ്റെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പോവാം. നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ് പടം കാണുന്നില്ലവരെല്ലാം തിയേറ്ററിൽ പോയിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. പിന്നെ ആകെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ഇറക്കുന്നതിന് മുന്നിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളതാണ്, ഈ സിനിമയിൽ ഒരു തരത്തിലുള്ള ലോജിക്കും നമ്മൾ നോക്കാൻ പാടില്ല എന്നവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അത് ട്രെയിലർ കണ്ടാലും നമുക്കത് മനസ്സിലാവുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവർ തന്നെ ലോജിക്കൊന്നും നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കണ്ടിട്ട് പിന്നെ അത് ലോജിക്കും ഇല്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇത് സിനിമ കണ്ടിട്ട് ഇതിലൊരു ലോജിക്കും ഇല്ല, ഇതെന്ത് സിനിമ എന്ന് പറയുന്ന അർത്ഥമില്ല. അത് അവരങ്ങനെ തന്നെയാണ് ആ സിനിമ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ലോജിക്കും ഇല്ലാത്ത സിനിമയായിട്ടാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ കണ്ടാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ കാണാൻ ശ്രമിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ബബ്ബ എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ സിനിമയെക്കുറിച്ച് അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് നല്ല നൊസ്റ്റാൾജിക് ഫീൽ കിട്ടിയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കും.